കാരണം ഞാൻ എന്തെങ്കിലും ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് പഞ്ചാബ് ഹേഷൻ സാർ ആയാലും ബൈജുനാഥ് സാർ ആയാലും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് പറഞ്ഞു തരാനുള്ള സൗമനസ്യവും കാണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ബാരിയർ ഫ്രീ ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവരുടെയൊക്കെ സഹായം കൊണ്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നസീർ ഭായി, നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു സംഗതി മനസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഓർമ്മയിൽ തെളിയുന്ന മുഖം നസീർ ഭായിൻ്റെതാണ്. നസീർ ചാലിയം ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നിസാർ ജഡ്ജ് പറഞ്ഞ അത് ഒരു നിർത്തിയെടുത്ത് വെച്ച് ഞാൻ തുടങ്ങാം. ലീഗൽ സർവീസസ് അതോറിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, റോഷൻ CRCയിൽ നിന്നാണ് തോന്നുന്നു ഡിസ്റ്റർബൻസ് വരുന്നത്. ഓക്കെ, താങ്ക് യു. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഇടപെടൽ കൊണ്ട് ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടായ വലിയൊരു എങ്ങനെ നമ്മുടെ നിയമത്തിന് മുന്നിൽ ബഹുമാനം കാണിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് കുട്ടി സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയാണ്, ഒട്ടും വയ്യാത്ത ഒരു കുട്ടിയാണ്, ഭിന്നശേഷിയുടെ ഒരു എക്സ്ട്രീം എൻഡിലുള്ളതാണ്. പക്ഷെ പഠിക്കാൻ ബഹുമിടിക്കുകയാണ്. 1200 മാർക്ക് നമ്മുടെ +2 പരീക്ഷയിൽ കിട്ടേണ്ട സ്ഥലത്ത് 1200 വാങ്ങിയ കുട്ടിയാണ്. നേരത്തെ SSLCക്കും ഫുൾ A+ ആയിരുന്നു. അങ്ങനെ നല്ലൊരു അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള കുട്ടി. പക്ഷെ അവളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവൾക്കൊരു ആസ്ട്രോ ബയോളജിയിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിക്കണം. ആസ്ട്രോ ബയോളജിയാണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പം അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടു. എല്ലാവരുടെ അടുത്തൊന്നും റിപ്ലൈ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഈവൻ IIT-കൾ, IIM-കൾ എല്ലാവരും നമ്മളോട് പ്രതികരിച്ചു. അപ്പോൾ കുട്ടിക്ക് ഐസറിൽ ചേരണം എന്നായിരുന്നു താല്പര്യം. അപ്പോൾ ഐസറിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിൽ സാധാരണ കുട്ടികളോട് കോമ്പീറ്റ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെ ഗ്രേസ് ടൈം കൊടുക്കാം, അതുപോലെ തന്നെ ഒരു സ്ക്രൈബിനെയും വെക്കാം. പക്ഷെ ഇതിൽ രണ്ടിലും ഞങ്ങൾക്ക് ബാരിയർ വന്നു. ഗ്രേസ് ടൈം ആണെങ്കിൽ 1 മണിക്കൂറിന് 20 മിനിറ്റേ കിട്ടാൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സാധിക്കുകയുള്ളായിരുന്നു. അതുപോലെ തന്നെ സ്ക്രൈബ് ആണെങ്കിൽ ഈ കുട്ടിയെക്കാളും ലെസർ ക്വാളിഫിക്കേഷനുള്ള ഒരു സ്ക്രൈബിനെ മാത്രമേ പറ്റുകയുള്ളൂ. ഇത് രണ്ടും പ്രയാസമാണ്. കാരണം ലെസർ ക്വാളിഫിക്കേഷൻ ഒരു കുട്ടി ഇപ്പോൾ +2 കഴിഞ്ഞതാണ്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ പറ്റില്ല, ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളെ പറ്റുള്ളൂ. ആ കുട്ടികളായിട്ട് ഇവൾക്ക് പരിചയമില്ല, ഇവളുടെ രീതികൾ അറിയാവുന്ന കുട്ടികൾ വേണം ഇവളെ സഹായിക്കാൻ. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിച്ചു ഞങ്ങൾ. ലീഗൽ സർവീസ് സെക്രട്ടറി ഷൈസ് നോട്ടീസ് അയച്ചു അറിയാൻ വേണ്ടി. അതിന്റെ ചെയർമാൻമാരാണ് പങ്കെടുത്ത ഡിസ്കഷനാണ്. 2-3 ദിവസം ആ ചർച്ചകൾ നടന്നു. അതിന്റെ ഫലമായിട്ട് ഇവളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രൈബ്, ഓൾറെഡി ഒരു സ്ക്രൈബ് ഇത്രയും കാലത്തെ പരീക്ഷയ്ക്ക് കുട്ടിയെ സഹായിച്ചിട്ടുണ്ട്, അവളെ തന്നെ വെക്കാൻ അവർ അനുവദിച്ചു. അതുപോലെ തന്നെ ഈ ഗ്രേസ് ടൈം എന്നുള്ളത് മണിക്കൂറിന് 30 മിനിറ്റ് ടോട്ടൽ സമയം കിട്ടുന്നുണ്ട്. അത് ചെയ്തു തന്നു. കോഴിക്കോട് തന്നെ സെന്റർ, വേണമെങ്കിൽ വീട്ടിൽ വരെ സെന്റർ തരാമെന്ന് പറഞ്ഞതാണ് അവർ. പക്ഷെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മളൊരു സെന്റർ മതി എന്ന് പറഞ്ഞത് കോഴിക്കോട്ടുള്ള ഒരു സെന്റർ തന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടൽ കൊണ്ടുണ്ടായി. ഇനിയിപ്പം കുട്ടിയുടെ ഭാഗ്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ശുഭാപ്തി വിശ്വാസമുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലീഗൽ സർവീസസ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി കിട്ടിയില്ല, അതിന്റെ ചില ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഞാൻ നസീർ ഭായിയെ വിളിച്ചു, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഇടപെട്ടു, പെട്ടെന്ന് അത് കിട്ടി. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ സംവിധാനങ്ങളും ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഭിന്നശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭയപ്പെടാനില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. പഞ്ചാബ് ഹേഷൻ സാർ ഉണ്ട്, ബൈജുനാഥ് സാർ ഉണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ സാർ പറഞ്ഞു കഴിഞ്ഞു. ബാലാവകാശ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ തന്നെയുള്ള നമ്മുടെ ഭിന്നശേഷിയുള്ള ആളുകളുടെ ഇടയിൽ തന്നെയുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. കോടതികൾ, അതിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ്, അങ്ങനെ ഒരു എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട 2-3 ഇഷ്യൂസ് ആണ് നേരത്തെ പറഞ്ഞത്. ഒന്ന്, ഒരു പെട്രോൾ ബങ്ക് ആക്രമിക്കാൻ വന്ന ആളെ നമ്മൾ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയാൽ കേസ് വരുമോ എന്നൊക്കെ ഉള്ള ഒരു
ചോദ്യം വന്നു. അത് നിയമത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. നിയമത്തിൽ, നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 96 മുതൽ 106 വരെയുള്ള വകുപ്പുകളിൽ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞ സ്വയരക്ഷയ്ക്കുള്ള ഒരു അവകാശം പറയുന്നുണ്ട്. അത് പേഴ്സണും പ്രോപ്പർട്ടിക്കും ഉണ്ട്, നമ്മുടെ പേഴ്സണും ഉണ്ട്, നമ്മുടെ മറ്റൊരാളുടെ പേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടിയും, നമ്മുടെ പ്രോപ്പർട്ടിയും മറ്റൊരാളുടെ പ്രോപ്പർട്ടിയും, ഇതൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു കൊലപാതകം വരെ ഈ റൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, മറ്റേയാളെ കൊല്ലാൻ വരെ നമുക്ക് അവകാശം കിട്ടണമെങ്കിൽ ഇയാൾ നമ്മളോട് ചെയ്യാൻ വരുന്ന, നമുക്ക് പേടി ഇയാൾ നമ്മളെ കൊല്ലും എന്നുള്ള പേടിയായിരിക്കണം. നമ്മളെ ആപ്രിഹെൻഷൻ ഒന്നുകിൽ ഡെത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രിവസ് ഹർട്ട് ആയിരിക്കണം. നല്ല പരിക്കേൽപ്പിക്കുമെന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കത് മറ്റേയാളെ ഡെത്ത് കോസ് ചെയ്യുന്നവരെ പോകാം. അല്ലെങ്കിൽ നമ്മളെ തട്ടിക്കൊണ്ടുപോവുക, തടഞ്ഞു കിഡ്നാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൺഫൈൻ ചെയ്യുക, റേപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അയാളെ ആക്രമിച്ച് അയാളുടെ മരണത്തിന് വരെ ഇടയാക്കിയാലും നത്തിങ് ഈസ് ആൻ ഒഫൻസ് എന്ന് പറഞ്ഞിട്ടാണ് 96-ാം വകുപ്പ് തുടങ്ങുന്നത്. പക്ഷെ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വലിയൊരു ടോപ്പിക്കാണ്. എന്നാലും വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആള് നമ്മളുടെ പ്രതിരോധം കാരണം അയാൾ ഭയന്ന് ഓടുകയോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് പിന്തിരിയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റൈറ്റ് ഇല്ല. അയാളെ പിന്നാലെ ഓടിയിട്ട് അയാളെ വകവരുത്താനൊന്നുള്ള അവകാശം നമുക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു അതോറിറ്റിയെ റീകോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു പോലീസ് പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റൈറ്റ് ഇല്ല, പിന്നെ അവരുടെ റൈറ്റ് ആണുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ആപ്രിഹെൻഷൻ നിലനിൽക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേക പരിരക്ഷ മാത്രമാണ് ഈ സ്വയം രക്ഷയ്ക്കുള്ള അവകാശമുള്ളത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലൊരു ഒഫൻസ് ഇല്ല എന്നുള്ളതാണ്. മറ്റേ ബാക്കി കാര്യങ്ങളിലൊക്കെ തന്നെ സാധാരണ കോടതി സംവിധാനങ്ങൾ ഒരുക്കുക എന്നല്ലാതെ കോടതി നിയമങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയൊന്നും ഭിന്നശേഷിയുള്ള ആളുകൾക്കോ അങ്ങനെ ഒരു വിഭാഗത്തിനുമില്ല. കോടതിയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. സിവിൽ നിയമങ്ങളായ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒരാൾ അതിക്രമിച്ചു കയറിയാൽ, ആരുടെ പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ചു കയറിയാലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. സിവിൽ റൈറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ കൊലപാതകമായാലും ബലാത്സംഗമായാലും എന്തൊക്കെ ആയിരുന്നാലും അതൊക്കെ ഭിന്നശേഷിയുള്ള ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ തുല്യമായ നീതിയാണ് നിയമത്തിന്റെ മുമ്പിൽ പറയുന്നത്. പക്ഷേ ഈ സംവിധാനങ്ങൾ നമ്മുടെ കോടതികൾ ബാരിയർ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കോടതികൾക്ക് നമുക്ക് പെർമിഷനൊക്കെ കിട്ടണമെങ്കിൽ ബാരിയർ ഫ്രീ സംവിധാനങ്ങൾ മുഴുവൻ, ടോയ്ലറ്റുകൾ അടക്കം ഉണ്ടെങ്കിലേ നമ്മൾ ഹൈക്കോടതിയുടെ ഒരു വിങ്ങാണ് അത് പരിശോധിക്കുന്നത്. ആ പരിശോധനയൊക്കെ കഴിഞ്ഞ് നമുക്ക് കോടതി കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സാങ്ഷൻ കിട്ടുള്ളൂ. ഉള്ള കോടതികൾ തന്നെ മാക്സിമം ബാരിയർ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പല കോടതികളിലും അങ്ങനെ ആക്കി കഴിയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാരിയർ ഫ്രീ ആക്കാം. പിന്നെ ലീഗൽ സർവീസസിനെ പറ്റി നിസാർ ജഡ്ജ് പറഞ്ഞ മാതിരി വക്കീലിനെ വെക്കാൻ സെക്ഷൻ 12 ഓഫ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഭിന്നശേഷിയുള്ള ആളുകളുടെ കേസ് നടത്താനും അങ്ങോട്ട് നടത്താനും ഇങ്ങോട്ടൊരു കേസ് വന്നാൽ അതിനെ പ്രതിരോധിക്കാനും ഒക്കെ നമുക്ക് ഈ സെക്ഷൻ 12 പ്രകാരമുള്ള ഫ്രീ ലീഗൽ എയ്ഡ്, ഫ്രീ ആൻഡ് കോമ്പിറ്റന്റ് ലീഗൽ എയ്ഡ് കിട്ടും. അത് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒരു അപേക്ഷ മാത്രം കൊടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. മറ്റേ വരുമാന പരിധിയോ അല്ലെങ്കിൽ സ്റ്റാറ്റസിന്റെ പരിധിയോ ഒന്നുമില്ല. ഭിന്നശേഷിയാണ് എന്നുള്ളത് മാത്രമാണ്. അതിൽ തന്നെ ബെഞ്ച് മാർക്കാണോ അല്ലെങ്കിൽ ഹൈ സപ്പോർട്ട് നീഡുള്ള ആളാണോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ് അതുള്ളത്. പിന്നെ ഉള്ളത് പ്രത്യേകമായ ചില കാര്യങ്ങളും കൂടി നിയമത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ നിയമത്തിൽ തന്നെ ഒരു 16ാമത്തെ ഭിന്നശേഷി നിയമത്തിൽ 16ാമത്തെ ചാപ്റ്ററിൽ ചില ഒഫൻസസ് പറയുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഭിന്നശേഷി ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ള ചില ആനുകൂല്യങ്ങളാണ്. അതായത് അവരെ പരിഹസിക്കുക, അവരെ ആക്രമിക്കുക, അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും എയ്ഡ്സ് ഒക്കെ, സപ്പോർട്ടിങ് എയ്ഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നശിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ അവർക്കുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുക. അത് ഗവൺമെന്റ് സർവൻസ് ആരെങ്കിലും അതിന് ഉത്തരവാദിയാണെന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ. ഇങ്ങനെ പ്രത്യേകമായ 16ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ചില ഒഫൻസസ് മാത്രം പ്രത്യേകമായിട്ടുണ്ട്. അതിന് പ്രത്യേക കോടതികളും ഉണ്ട് നമുക്ക്. അതിപ്പം പ്രത്യേക കോടതികൾ നമുക്ക് നസീർ ജാലിയത്തിനും എല്ലാം അറിയുന്നത് പോലെ പല രംഗങ്ങളിൽ നമുക്ക് പ്രത്യേക കോടതികൾ പെട്ടെന്നുണ്ടായി വരാറില്ല. ഇപ്പോൾ ചൈൽഡ് റൈറ്റ്സിന്റെ കാര്യത്തിലായാലും നമ്മുടെ പോക്സോ കോടതികളൊക്കെ ഇപ്പോഴാണ് നമുക്ക് അത് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു സാമ്പത്തിക പരിതസ്ഥിതികളൊക്കെ വെച്ചിട്ട് സാധിക്കുന്ന രീതിയിലേ അത് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ എല്ലാ ജില്ലകളിലും ഒരു അഡീഷണൽ ജില്ലാ കോടതിയെ ഭിന്നശേഷി ഉള്ള ആളുകളുടെ പ്രത്യേക കോടതിയായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ കോടതികളിലാണ് ഈ ആക്ട് പ്രകാരമുള്ള ഒഫൻസസ് കൈകാര്യം ചെയ്യുന്നത്. ഈ ആക്ട് പ്രകാരമുള്ള ഒഫൻസസ് എന്ന് പറഞ്ഞാൽ ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസ് എന്തായാലും അതിനകത്ത് വേണം. അതിന് പുറമെ മറ്റെന്ത് ഒഫൻസ് അതിന്റെ കൂടെ ഉണ്ടെങ്കിലും അതൊക്കെ ആ കോടതിക്ക് തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. അല്ലാതെ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ഒരു കേസ് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ, സാധാരണ ഒരു സിവിൽ കേസ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ്, ഒരു കൊലപാതകത്തിന്റെ ഒരു കേസ് ഇങ്ങോട്ട് വന്നാൽ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതി സംവിധാനങ്ങളൊന്നും നമുക്കില്ല. ജനറൽ കോടതി സെറ്റപ്പ് തന്നെ ഉള്ളൂ. പിന്നെ നേരത്തെ പഞ്ചാബ് സാർ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിൽ ആരോ ഒന്ന് പറഞ്ഞു, ഈ അവയർനെസ് കൊടുക്കേണ്ടതല്ലേ, മിസ്റ്റർ കൃഷ്ണകുമാർ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ആ അവയർനെസ് കൊടുക്കാൻ തന്നെ ഈ നിയമത്തിൽ ഒരു പ്രത്യേക 39ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്. അവയർനെസ് കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണെന്ന്
ഈ പറയുന്നത് ഈ ആക്ടിലുള്ള എല്ലാ അവകാശങ്ങളെ കുറിച്ചും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ഭിന്നശേഷിയുള്ള ആളുകളുടെ വിവിധ അവകാശങ്ങളെ കുറിച്ച് പഞ്ചാബ് സാർ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ തന്നെ ബൈജുനാഥ് സാർ പറഞ്ഞപ്പോൾ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി മനസ്സിലായി. ശ്രീ നസീർ ചാലിയം പറയുമ്പോൾ നമുക്ക് ബാലാവകാശ കമ്മീഷനെയും ബാലാവകാശങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാവും, കുട്ടികൾക്കുള്ള പ്രത്യേക ചില അവകാശങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ കൂടി കമ്പൈൽ ചെയ്യുന്ന ഒരു പുസ്തകമോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് കോഴിക്കോട്ട് ലീഗൽ സർവീസ് അതോറിറ്റി കുറെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എന്നോടൊക്കെ അതിനുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതേ പുസ്തകമാണ് ഇപ്പം നിസാർ ജഡ്ജ് കാണിച്ചതെങ്കിൽ നമ്മുടെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആണ്. അല്ലെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ഇനിയും അതിന്റെ പുറകെ തന്നെ കൂടേണ്ടി വരും. ആ പുസ്തകം ഞാനൊന്ന് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കമ്പയർ ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കാനും വേണ്ടി പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ട് ലീഗൽ സൈഡിൽ. അതായത് കോടതി സംവിധാനങ്ങൾ പ്രത്യേകമായിട്ടില്ല എന്നുള്ളത് ആദ്യം പറയുന്നു. പ്രത്യേകമായിട്ടുള്ളത് ഈ ആക്ട് പ്രകാരമുള്ള ഒഫൻസസ് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് പറയാനും, അതുപോലെ തന്നെ കോടതികൾ ബാരിയർ ഫ്രീ കോടതികൾ ഉണ്ടാവാൻ വേണ്ടി മറ്റെല്ലാ ബാരിയർ ഫ്രീ സംവിധാനങ്ങൾ പോലെ തന്നെ കോടതികളും ബാരിയർ ഫ്രീ ആകണം. കേസ് നടത്താൻ വേണ്ടി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി നമുക്ക് സുപ്രീം കോടതി വരെ കേസ് നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച് സർ. ഇനിയിപ്പോ നമുക്ക് ബാലാവകാശ കമ്മീഷന്റെ പെർസ്പെക്റ്റീവും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അഡ്വക്കേറ്റ് നസീർ ചാലിയം അവർ എന്റെ ദീർഘകാലമായ സുഹൃത്തു കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് റെക്കോർഡ് ബുക്കിൽ വരെ ഇടം നേടിയിട്ടുള്ള മാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, ഇന്ന് നിലവിലുള്ള പല ഭിന്നശേഷി ഇതുമായി ബന്ധപ്പെട്ട ബാലാവകാശത്തിൻ്റെതായ ഒട്ടുമുക്കാൽ ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുള്ളതും ബഹുമാനപ്പെട്ട നസീർ ചാലിയം അവർകളാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് നമ്മളോട് സംസാരിക്കും. ഒപ്പം നേരത്തെ കൃഷ്ണകുമാർ ഇവിടെ ചോദിക്കാൻ ശ്രമിച്ച ഒരു ചോദ്യം ഇത് തന്നെയാണ്. അതായത് എൻട്രൻസ് എക്സാമിന്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് സ്ക്രൈബിനെ കൊടുക്കുന്നില്ല. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇതാണ്. കറന്റ്ലി കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഇസ് നോട്ട് അലവിംഗ് സ്ക്രൈബ്സ് ഫോർ ദ ഡിഫറെന്റ് ഏബിൾഡ് സ്റ്റുഡൻസ്. ഹൗവർ ഇറ്റ് ഇസ് അലൗഡ് ഫോർ നീറ്റ് ആൻഡ് ജെഇഇ ആൻഡ് അതർ സെൻട്രൽ എക്സാമിനേഷൻസ്. അപ്പൊ ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നും ഒരു സ്പെസിഫിക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് താങ്കളുടെ ഒരു പുറകിൽപ്പെടുന്ന ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് അതുകൂടെ ചേർത്ത് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു അവയർനെസ് ഒന്ന് നൽകുകയും ഒപ്പം ഈ ഒരു സ്പെസിഫിക് കാര്യത്തിനുള്ള ഒരു ഇതും കൂടെ റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു ഡോക്ടർ. ബഹുമാനായ ഡിസബിലിറ്റി കമ്മീഷണർ പഞ്ചാബ് സാർ, ബൈജുനാഥ് സാർ, ആർ.എൽ. ബൈജു സാർ, നിസാർ അഹമ്മദ് സാർ, ഡോക്ടർ റോഷൻ ബിജിലി, വളരെ സന്തോഷകരമാണ് ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. കാരണം നേരത്തെ പഞ്ചാബ് സാറും ബൈജുനാഥ് സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിസബിലിറ്റി ആക്ടിനെ പോലെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിനെ പോലെ 2005 ദി കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് എന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നത്. ഈ 2005 ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമത്തിന് പുറമെ ബാലാവകാശ കമ്മീഷനുള്ള മറ്റൊരു അധികാരമാണ് 2009 ദി റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ടിന്റെ മോണിറ്ററിംഗ് സംവിധാനം കൂടി. ഈ നിയമത്തിലെ RT ആക്ടിലെ 31-ാം വകുപ്പ് പ്രകാരമാണ് കമ്മീഷൻ അതിന്റെ മോണിറ്ററിംഗ് ചുമതല നിർവഹിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായാണ് നമുക്ക് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കമ്മീഷന്റെ അധികാര പരിധിയിലേക്ക് വരുന്നത്. അപ്പൊ നേരത്തെ പഞ്ചാബ് സാർ സൂചിപ്പിച്ചു ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഈ സ്കൂളുകളിലെ റിസർവേഷൻ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ കമ്മീഷന് അഡ്രസ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാസ്സാക്കുമ്പോൾ തന്നെ അതിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുന്നത് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ, അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആ നിയമത്തിന്റെ ആനുകൂല്യം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം. അത് നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ക്യാപിറ്റൽ എ ഭേദഗതി ചെയ്തുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേ തുടർന്നാണ് ഈ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുന്നതെങ്കിൽ പോലും ആ നിയമം 2009 പാസ്സാക്കിയപ്പോൾ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക്, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് 18 വയസ്സ് വരെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടുമെന്ന് 2009 ആക്ടിൽ തന്നെ അത് വ്യവസ്ഥ ചെയ്തു. പിന്നീട് 2019 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വന്ന ഭേദഗതിയിലും, അതിലെ സെക്ഷൻ 3 വന്ന ഭേദഗതിയിലും ഭിന്നശേഷി കുട്ടികളാകുമ്പോൾ 14 എല്ലാം മറിച്ച് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു നിയമത്തിന്റെ മോണിറ്ററിംഗ്
അധികാര സ്ഥാപനം എന്ന നിലയിൽ ഈ 4 തരം, നേരത്തെ പഞ്ചാബ് കശ് പറഞ്ഞു നിർത്തി, 4 തരം സ്കൂളുകളാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് സ്കൂള്, അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂള്, പിന്നെ മറ്റു അൺഎയ്ഡഡ് സ്കൂള്, സ്പെസിഫൈഡ് കാറ്റഗറി സ്കൂൾ. അപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിലും സ്പെസിഫൈഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നവോദയ, അതുപോലെ സൈനിക് സ്കൂള്, സെൻട്രൽ സ്കൂൾ അടക്കമുള്ള സ്കൂളുകളാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ 25% സീറ്റുകൾ ഈ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടി റിസർവേഷൻ ചെയ്തിരിക്കണമെന്ന് ഈ സെക്ഷൻ 12 പ്രത്യേകമായി എടുത്തു പറയുന്നത്. അപ്പൊ തീർച്ചയായും ഈ 25% സീറ്റുകൾ ഓരോ വർഷം, ഓരോ അക്കാഡമിക് ഇയറും അത് നീക്കി വെക്കുന്നുണ്ടോ എന്ന കാര്യം കമ്മീഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടെ നൈബറിംഗ്, തൊട്ടടുത്ത താമസക്കാരായ ഡിസബിലിറ്റി വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് കൂടി ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഈ സ്പെസിഫൈഡ് കാറ്റഗറി സ്കൂളുകളിൽ 25% അപ് ടു 25% വരെ അഡ്മിഷൻ കിട്ടാൻ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം തന്നെ അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ പ്രശ്നം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നാം കണക്കാക്കേണ്ടത്, ഇപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമാണെങ്കിലും RPW ആക്ട് പ്രകാരമാണ് 2 നിയമങ്ങളും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് മുന്നോട്ട് വെച്ചത്. മറ്റുള്ള കുട്ടികൾക്കൊപ്പം നിർത്തിക്കൊണ്ട് മറ്റുള്ള ഈ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടി വിദ്യാഭ്യസിച്ചാൽ മാത്രമേ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റിലേക്ക് വരൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ ഈ 2 നിയമത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ആ കുട്ടികൾ നേരിടുന്ന പ്രയാസങ്ങൾ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് കുട്ടികൾക്കൊപ്പം ആ കുട്ടികളെ കേവലമായി ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, അവരോടൊപ്പം എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും ആ കുട്ടികൾക്ക് അവിടെ ലഭ്യമാക്കണം. അവർക്ക് ദീർഘസമയം ക്ലാസ്സുകളിൽ ഇരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു കുട്ടികളോടൊപ്പം എത്തുന്നതിന് വേണ്ടി അഡീഷണൽ ടൈം, അതോടൊപ്പം തന്നെ ഈ സ്ക്രൈബ് അടക്കമുള്ള സംവിധാനങ്ങളുടെ പിന്തുണ ഒക്കെ ഈ RPW ആക്ടിലെയും വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെയും അത് കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അവകാശമാണ്. ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും നമുക്ക് ഈ പല രക്ഷിതാക്കളും ഈ ഡിസബിൾഡ് ആയ കുട്ടികളുടെ കാര്യം പലപ്പോഴും സ്കൂളുകളിൽ ചേർത്തുന്ന സമയത്തോ മറ്റോ തുറന്നു പറയാതെ SLC പരീക്ഷ ആകുന്ന സമയങ്ങളിലൊക്കെയാണ് ഇത് പലപ്പോഴും പറയാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഏതെങ്കിലും അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളെ നേരത്തെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്കൂൾ അഡ്മിഷൻ സമയത്ത് തന്നെ നാം അത് റിവീൽ ചെയ്യാൻ മാത്രമേ അവർക്ക് കിട്ടേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാകൂ. ഇപ്പൊ ഇതേ സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷൻ സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കുട്ടിയുടെ ഡിസബിലിറ്റി അവിടെ റെക്കോർഡ് ചെയ്യുന്നതിനും അത് പ്രത്യേകമായി നോട്ട് ചെയ്ത് ആ കുട്ടിക്ക് വേണ്ടുന്ന പ്രത്യേക അറ്റൻഷൻ കൊടുക്കുന്നതിന് ആവശ്യമായ റിപ്പോർട്ട് നൽകുകയും അത് ഗവൺമെന്റ് സെക്രട്ടറി അതൊരു ഉത്തരവായി പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ന് ഏതൊരു കുട്ടിയെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും അവരുടെ ആ ഡിസബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ രേഖപ്പെടുത്തി അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡിസബിൾഡ് ആയപ്പോൾ ഉദാഹരണമായി ADHD വിഭാഗത്തിൽ, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ഡിസോർഡർ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ പലപ്പോഴും അവർക്ക് അവരുടെ ചെറിയ പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. ദീർഘസമയം അല്ലെങ്കിൽ 30 മിനിറ്റിലധികം ഒരേ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷാ ഹാളിൽ പരീക്ഷയുടെ ട്രാൻസ്പെറൻസി ബാധിക്കാത്ത തരത്തിൽ പേരൻസിന്റെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷൻ കൊടുക്കുകയുണ്ടായി. അപ്പൊ ചില കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്നാക്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരുന്നവരായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസ അധികൃതർ അവർക്കൊരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവരെ പ്രശ്നം അഡ്രസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ ഇതേ സംബന്ധിച്ച് കമ്മീഷൻ ഒരു കൺസൾട്ടേഷൻ നടത്തി. അപ്പൊ ADHD വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരിക്കലും തന്നെ പരീക്ഷയുടെ ട്രാൻസ്പെറൻസിയോ മറ്റോ ബാധിക്കാതെ അവർക്ക് പാരൻസിനെ കാണുവാനും അല്ലെങ്കിൽ അവർക്ക് ഒരു സ്നാക്സ് കൊടുക്കുവാനും ഒക്കെ ഉള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേ ഒരു റൈറ്റ് തന്നെയാണ് നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് വരുന്ന കുട്ടികൾക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം. നേരത്തെ അവരുടെ മെഷീനും അതുപോലെ തന്നെ അവർക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാവുന്ന ചോക്ലേറ്റുകളൊക്കെ ഇൻവിജിലേറ്റർ ഏൽപ്പിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരവ്. പക്ഷെ പലപ്പോഴും അവർക്ക് പെട്ടെന്ന് ഡയബറ്റിക്കിൽ ചേഞ്ച് വരുന്ന സമയത്ത് അത് കിട്ടാത്ത സാഹചര്യത്തിൽ കുട്ടികളുടെ ജീവന് തന്നെ അത് അപകടം വരുന്ന ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുട്ടികൾക്ക് ഇൻവിജിലേറ്റർ കാണിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ തന്നെ അത് സുരക്ഷിതമായി സൂക്ഷിക്കുവാനുമുള്ള ഒരു ആനുകൂല്യം, ഒരു നിർദ്ദേശം കമ്മീഷൻ കൊടുത്തു. അതിന് സർക്കാരിന്റെ ജിയോ മാറിയിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ നമുക്ക് അറിയാം, നേരത്തെ ബൈജു സാറ് പറഞ്ഞു, അദ്ദേഹം ദീർഘകാലം ജുഡീഷ്യൽ സർവീസ് പല ഉത്തരവാദിത്തപ്പെട്ട പദവികളിലും ഇരുന്നെങ്കിലും അതിനേക്കാൾ അപ്പുറം നമുക്ക് സംതൃപ്തി കിട്ടുന്ന പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് കോടതികളാവുമ്പോൾ നമുക്കറിയാം
സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, പിന്നെ സിവിൽ നടപടി നിയമത്തിന്റെ നൂലാമാലകളുണ്ട്, റെസ്റ്റ് ജുഡിക്കാറ്റ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാങ്കേതിക പ്രശ്നം. പക്ഷെ അത്തരം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദി എന്നുള്ള നിലയിലാണ് ഇത്തരം ക്വാസി ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ ഒക്കെ പ്രസക്തി വരുന്നത്. ഇപ്പോ നമുക്കറിയാം ഭിന്നശേഷി നിയമത്തിലെ ഈ 2016 ആക്ട് വന്നു, അതുപോലെ 2017 ഈ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നപ്പോൾ ഈ ഗാർഡിയൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു തർക്കം വന്നു. പലപ്പോഴും നേരത്തെ ഡിസ്ട്രിക്ട് കോടതികൾ ഗാർഡിയൻഷിപ്പ് കൊടുക്കുന്ന ഒഴിവായി, അതേ സംബന്ധിച്ച് പ്രത്യേകമായ നോട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ബൈജു സാറ് ആണ് ആ കാര്യം നമ്മളോട് സൂചിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശം, ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. ഈ RPW ആക്ടിലെ 14-ാം വകുപ്പ് പ്രകാരം ഒരു അതോറിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഈ അടുത്ത കാലത്ത് പിന്നെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ ഗാർഡിയൻഷിപ്പ്, ലിമിറ്റഡ് ഗാർഡിയൻഷിപ്പിനുള്ള അധികാരിയായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിയമിച്ചു. പഞ്ചാബ് കേസ് സാറാണ് അതിന്റെ ജിയോ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഇപ്പൊ ഈ കമ്മീഷനുകളുടെ ഒരു പ്രയാസം നേരത്തെ പഞ്ചാബ് കേസ് സാർ ആശങ്ക സൂചിപ്പിച്ചു. അപ്പൊ നമുക്ക് ഇത്തരം അധികാര സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ ഒന്ന് ഒരു റീതിങ്കിങ് നടത്തണം, ഇവരുടെ അധികാരം എന്ത്, ഇവരുടെ പരിധികൾ എന്ത് എന്നൊക്കെ. ഒരുപാട് പരാതികളായിരിക്കും പലപ്പോഴും കമ്മീഷനുകൾ കിട്ടുന്നത്. പക്ഷേ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് വരുന്ന പരാതികൾ, അല്ലെങ്കിൽ അവർ റെഫർ ചെയ്യുന്ന പരാതികൾ, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചില ഗൗരവമായ പരാതികളിലായിരിക്കും നമുക്കൊരു കാതലായ ഒരു ട്രാൻസ്ഫോർമേഷൻ. കാരണം കമ്മീഷന്റെ ഒരു പ്രധാന മാൻഡേറ്റ് എന്ന് പറയുന്നത് ഈ കേവലം ഈ സിവിൽ കോടതികളെ പോലെ ഈ ഇൻഡിവിജ്വൽ കംപ്ലൈന്റ് തീർപ്പ് കൽപ്പിക്കുക എന്നല്ല. നമ്മളൊരു ഇൻഡിവിജ്വൽ കംപ്ലൈന്റ് തീർപ്പ് കൽപ്പിക്കുമ്പോഴും അതിലടങ്ങിയിട്ടുള്ള ഒരു ലാർജർ ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ കമ്മീഷൻ അഡ്രസ് ചെയ്തുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സമാന വിഷയം പിന്നീട് ഉണ്ടാകാത്തൊരു സാഹചര്യം. ഇപ്പൊ നേരത്തെ ബൈജു സാറോട് സൂചിപ്പിച്ചതുപോലെ ബാലുശ്ശേരിയിൽ ഒരു ഇലക്ട്രിസിറ്റി, ഒരു കുട്ടിയുടെ വീട്ടിലേക്ക്, അതില് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. പിന്നെ ഒരു റൂമിന് മാത്രമാണ് വൈദ്യുതി ചെയ്തതെങ്കിൽ അവർക്ക് വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഒരുപാട് സാങ്കേതിക പ്രശ്നം. ആ കേസിൽ കേസ് തീർപ്പാക്കിക്കൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകി. ഒരു സിംഗിൾ റൂമിലാണ് വൈദ്യുതി പൂർത്തീകരിച്ചതെങ്കിലും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അവർക്ക് വൈദ്യുതി നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം അത് വൈദ്യുതി വകുപ്പിന് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പിന്നെ നമുക്ക് ഇതുപോലെയുള്ള സംവിധാനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ നേരിട്ടുള്ള എഫക്റ്റഡ് ആളുകൾക്ക് അതേ സംബന്ധിച്ചുള്ള വിഷയം നമ്മുടെ അധികാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുവാൻ പറ്റുക. നമുക്കറിയാം ഇന്ന് ഈ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 40% കുറയാത്ത ഡിസബിലിറ്റിയുള്ള എല്ലാ ആളുകൾക്കും ഈ RPW ആക്ടിന്റെ ആനുകൂല്യം ലഭ്യമാണ്. സ്പെസിഫൈഡ് ഡിസബിലിറ്റി ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ 40% ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയുടെ പരിധിയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ എൻട്രൻസ് എക്സാമിനേഷന് ഈ സ്ക്രൈബുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പഞ്ചാബ് കേസ് സാർ അത് സംബന്ധിച്ച് ക്ലാരിഫൈ ചെയ്യാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയിൽ നിന്ന് വരികയുണ്ടായി. അത് UPSC എക്സാമിനടക്കം ഈ സ്ക്രൈബിന്റെ സാന്നിധ്യം അനുവദിച്ചുകൊണ്ടാണ് RPW ആക്ടിനെ ആ ജഡ്ജ്മെന്റിൽ പിന്നെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് സാർ അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇത്തരം ഈ സോഷ്യൽ ലെജിസ്ലേറ്റീവ് എനാക്ട്മെന്റുകൾ ലിബറലായി വ്യാഖ്യാനിക്കണം. അതായത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇല്ലെങ്കിൽ പോലും അത്തരം ഒരു സ്ക്രൈബിന്റെ സപ്പോർട്ടിന് അവർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് ആ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതേ സംബന്ധിച്ചൊന്നും അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഈ ഓൺലൈനിന്റെ കാലത്ത്, അതായത് COVID-19 കാലത്ത് പോലും നമുക്ക് ഇതുപോലെ ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഇവർക്ക് ഈ വിക്ടേഴ്സ് ചാനലുകൾ നടത്തുന്ന അവർക്ക് അതിന്റെ ഗുണഫലം അതിന്റെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കാതിരുന്നത് കൊണ്ട് സൈൻ ഭാഷാ വിദഗ്ധൻ, ഒരു സൈൻ എക്സ്പേർട്ടിന്റെ സേവനം അത് എല്ലാ ഈ വിക്ടേഴ്സ് ക്ലാസുകൾക്കും ലഭ്യമാക്കണം എന്ന ഒരു നിർദ്ദേശം കൊടുത്തു. അത് സർക്കാർ നടപ്പാക്കി. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഇടപെടാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ ഇതിൽ കൂടുതൽ ഫലവത്താകട്ടെ എന്ന് ആമുഖമായി ഞാൻ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടെ അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അപ്പം സ്പെസിഫിക് ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ലഭിച്ച കുറെ ചോദ്യങ്ങളിൽ ഒരു കോമൺ ആയി വന്ന അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസസ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലഭ്യമായ പ്രധാന ആനുകൂല്യങ്ങൾ,
അപ്പൊ പഠന സംബന്ധമായിട്ടുള്ളത് വളരെ വിശദമായിട്ട് പഞ്ചാബ് സാർ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പഞ്ചാബ് സാർ പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിനാണ് അത് കൂടുതൽ പറയാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള CRCയും നമ്മുടെ ഭിന്നശേഷി മേഖലയിൽ വളരെ പ്രൊആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ശ്രീ ജോസഫ് റിബല്ലോ സീനിയർ സൂപ്രണ്ട് അവർ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു ബേസിക്കലി അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസുകൾ ലഭ്യമാവാൻ എന്തൊക്കെയാണ് നിലവില് നമുക്ക് ലഭ്യമായ ഓപ്ഷൻസ് എന്നുള്ളതൊന്ന് സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകുമായിരുന്നു. ഒപ്പം സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷിക്കായിട്ടുള്ള പ്രധാനമായിട്ടുള്ള മറ്റ് പ്രൊജക്ട്സ് എന്താണ് എന്നും ഒന്ന് വളരെ കണ്ടൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആകുമായിരുന്നു. ചോദ്യങ്ങളുണ്ട്? നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം ആവശ്യമില്ല, അതാത് ജില്ലയിലെ നിയമസേവന അതോറിറ്റിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമായ സാധിക്കും. അത് എല്ലാവരുടെ ശ്രദ്ധയിൽ അതാത് ജില്ലയിലെ DLS നമ്പർ ഒന്ന് കരുതി വെച്ചിരിക്കാൻ കോണ്ടാക്ട്. അപ്പൊ ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള ആനുകൂല്യങ്ങളും അത് അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ചില പറഞ്ഞതുപോലെ ചില ഡിസബിലിറ്റി ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പോലെ ഇപ്പൊ 50% വേണം, 50% വേണം. അപ്പൊ അതിലൊക്കെ കേസുകളിൽ ചില സാഹചര്യങ്ങളിൽ അർഹമായ ആനുകൂല്യം ആ പെർസെന്റേജിൽ ചെക്ക് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ ചില കേസുകളിലേക്ക് നമുക്ക് കോടതിയുടെ ഇടപെടലിലൂടെ അത് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. അതിനാവശ്യമായ സഹായം കൊടുക്കാൻ പറ്റും. അതിന് ഇനി കെൽസയുടെ നമ്പർ അവിടെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇൻ കേസ് DLS കോൺടാക്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ കുറവോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നേരിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെൽസയുടെ 2396717 2396717 കോഡ് 0484 തന്നെ 0484 2396717 അത് കെൽസയുടെ എറണാകുളം ഓഫീസിലെ നമ്പറാണ്. അതിലേക്ക് വിളിച്ചാൽ നമുക്ക് ചെയ്യാം. അതിനും പുറമെ നിങ്ങളുടെ എന്തെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള പെറ്റീഷൻ ഒരു ഇമെയിൽ ആയിട്ട് അയക്കുകയാണ് kelsakerala@gmail.com kelsakerala@gmail.com KELSAKERALA എല്ലാ സ്മോൾ ലെറ്റർ gmail.com അയച്ചു കഴിഞ്ഞാലും അത് ഇവിടെ നിന്നും അതാത് DLSAകൾ ഫോർവേഡ് ചെയ്ത് അവർ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സൗകര്യം ചെയ്തു തരും. എപ്പോഴും കെൽസ നിങ്ങളെ കൂടെ ഉണ്ട്. ഈ തരത്തിൽ ഇത് പറയാൻ ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന ഇത് കിട്ടും എന്ന് പറഞ്ഞ് ചില സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏറെ കാരണം കൊണ്ട് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെതായ കൺസിഡറേഷൻസ് ഉണ്ടാവും. അത് പ്രൊജക്ട് ചെയ്ത് ചില കേസുകളിലെങ്കിലും നമുക്ക് ഇടപെടലിലൂടെ കോടതികളുടെ ഇടപെടലിലൂടെ നമുക്കത് വാങ്ങിയെടുക്കാൻ സാധിക്കും. നേരത്തെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ മെമ്പർ നസീർ ചാലിയം പറയുകയുണ്ടായി മെന്റൽ ഹെൽത്ത് ആക്ടിന്റെ കാര്യം. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ആക്ട് വന്നിട്ട് കുറെ കാലമായി. അതിൽ പറയുന്ന ഇത്ര സമയം കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യണമെന്ന് അതോറിറ്റി രൂപീകരിച്ചിട്ടില്ല, ബോർഡ് കൺസൾട്ട് ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്യാതെ നിയമം ഉണ്ടാക്കി വെച്ച് അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പൊ കെൽസ ഇടപെട്ടു. കെൽസ ഒരു OP കൊടുത്തു, ഗവൺമെന്റിൽ ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തു. അത് പ്രകാരം ഒരു നോമിനൽ ഒരു കമ്മിറ്റി അതോറിറ്റി ഉണ്ടാക്കി എല്ലാ ഡിസ്ട്രിക്ട് 5 സോണുകളായിട്ട് 5 ബോർഡുകൾ കൺസ്ട്രക്ട് ചെയ്തു. പക്ഷെ അതും കംപ്ലീറ്റ് ആയിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റിന് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തു, പൈസ കൊടുക്കാൻ അതോറിറ്റി, അതും ഇതുവരെ കൊടുത്തിട്ടില്ല. ഓർഡർ ആയിട്ട് മാസത്തോളായി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു കോൺട്രാക്ട് മൂവ് ചെയ്യാൻ പോവാണ് ഈ ഗവൺമെന്റിനെതിരെ ഈ പൈസ കോടതിന്റെ ധിക്കരിച്ചതിന്റെ പേരിൽ. അതിന് ഞാൻ അത് ഡിപ്പാർട്ട്മെന്റ് ഈ അതോറിറ്റി ഇപ്പൊ നോമിനേറ്റ് ഒരു അതോറിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. തന്ന മൊബൈൽ ഇമെയിൽ ID ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ല, ഫോൺ റെസ്പോൺസ് ഇല്ല, അയച്ചിട്ടൊന്നും മറുപടി കിട്ടി, പൈസ കിട്ടിയില്ല എന്നുള്ള ഒരു ആധികാരികമായി ഇത് കിട്ടിയ ഉടനെ തന്നെ അത് കണ്ടന്റ് കൊടുത്ത് അതിന് വേണ്ടത് ഇതാണ് ലീഗൽ സർവീസിന്റെ പ്രവൃത്തി. അപ്പൊ അർഹമായ നീതി ആർക്ക് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ നടത്തുന്നത് നിയമപരമായിട്ട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കും നമ്മൾ ഇടപെട്ട് കോടതിയിൽ തന്നെ നേരിട്ട് എല്ലാവർക്കും പൊതുജന പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്ത് അതിന് ഡയറക്ഷൻ നടത്തി. ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസസ് അങ്ങനെ കഴിഞ്ഞ ഇപ്പൊ ഇന്നലെ കൊല്ലം അഷ്ടമടിക്കാരുടെ ഒരു ഇഷ്യൂ അതിപ്പോ ഹൈക്കോടതി സുമോട്ടോ കേസ് എടുത്തു. അതിൽ കെൽസ കക്ഷിയാണ് റെസ്പോണ്ടന്റ്. അതുമായി ബന്ധപ്പെട്ട് അവിടെ പോയി അവിടെ പരിശോധന നടത്തി. ഇനിയിപ്പോ അതിന് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇടുക്കിയിലെ സ്കൂളിലെ കുട്ടികൾ അവരുടെ ആ ഏരിയയിലേക്കുള്ള പാലം 2018 ഫ്ലഡില് ഡാമേജ് ആയിട്ട് ഇത്രയും കാലമായി നന്നാക്കി കൊടുക്കാത്തത് അതിലും സ്വമേധയാ കോടതി ഇടപെട്ടു. അതിലും കെൽസ ഇടപെട്ട് അതിൽ കോടതി 16 മാസം കൊണ്ട് അത് പണിത് കൊടുക്കാൻ ഓർഡറാക്കി അത് ടാർഗറ്റ് പാലം പണിയുകയും ചെയ്തിട്ടുണ്ട്. അതിലും നടപടി വൈകുന്നത് കൊണ്ട് അവിടെയും ഹർജി കൊടുത്ത് നമ്മൾ അത് ചെയ്തു. ഇതുപോലെ നിങ്ങളുടെ ഇഷ്യൂസിലും ചെയ്യാൻ ലീഗൽ സർവീസ് അതോറിറ്റി സാധിക്കും. അതാണ് ഞങ്ങളുടെ ജോലി.
നിങ്ങളുടെ ഇഷ്യൂസ് ഈ പറഞ്ഞതുപോലെ നമ്പറിലോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോ എത്തിക്കുക. അതാത് DLSL പറഞ്ഞ് ഞങ്ങൾ ഫോർവേഡ് അവർ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഇത്രയുമാണ് ഈ തരണത്തിൽ പറയാനുള്ളത്. 4 മണിക്ക് എനിക്ക് ഓൺലൈൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തുടങ്ങുന്നതാണ്. ബാക്കിയുള്ളത് ഓക്കെ. താങ്ക് യു ആൾ. Thank you so much, sir. Thank you so much, sir, for a very valuable inputs, sir. അപ്പം ജോസഫ് ജി ഒന്ന് സംക്ഷിപ്തമായിട്ട് ലഭ്യമാവുന്ന ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ, എസ്പെഷ്യലി അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. സർ, ഏവർക്കും നമസ്കാരം. സർ, നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ വിദ്യാഭ്യാസവുമായി, ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സേവനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വിവിധ സഹായ സഹകരണങ്ങളെ കുറിച്ചുമൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ചോദ്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് വിവിധ സഹായ ഉപകരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതില് പ്രധാനമായിട്ടും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ വികലാംഗക്ഷേമ കോർപ്പറേഷനും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നിരവധി 120-ൽ പരം സഹായ ഉപകരണങ്ങൾ ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന, വികലാംഗക്ഷേമ കോർപ്പറേഷൻ മുഖേന നൽകി വരുന്നുണ്ട്. 40% അതിലധികമോ ഭിന്നശേഷിത്വമുള്ള വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ വികലാംഗക്ഷേമ കോർപ്പറേഷന്റെ ഓഫീസ് മുഖേനയാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് വീൽ ചെയർ, ശ്രവണ സഹായി, അതുപോലെ തന്നെ ലാപ്ടോപ്പ് തുടങ്ങി 120-ൽ പരം ഉപകരണങ്ങൾക്ക് കോർപ്പറേഷൻ മുഖേന നേരിട്ട് തന്നെ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മുച്ചക്ര വാഹനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. വികലാംഗക്ഷേമ കോർപ്പറേഷൻ വഴിയും മുച്ചക്ര വാഹനങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോറൈസ്ഡ് സ്കൂട്ടർ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും പിന്നെ വികലാംഗക്ഷേമ കോർപ്പറേഷൻ വഴിയും നമുക്ക് ഇന്ന് വിതരണം ചെയ്തു വരുന്നുണ്ട്. എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് മുഖേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ടും തന്നെയും മുച്ചക്ര വാഹനങ്ങള്, മോട്ടോറൈസ്ഡ് വീൽ സ്കൂട്ടറുകള് വിതരണം ചെയ്യുന്നുണ്ട്. മറ്റൊരു ചോദ്യം, ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള അതിന് ഡിപ്പാർട്ട്മെന്റ് 30,000 രൂപ ഇപ്പോൾ ധനസഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും ഈ ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അത് സാമൂഹ്യനീതി വകുപ്പ് മുഖേനയാണ് നൽകിക്കൊണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ ചെറുകിട സംരംഭകർക്ക് അത് വികലാംഗക്ഷേമ കോർപ്പറേഷൻ വഴി വിവിധ സഹായ സംഘങ്ങൾക്ക്, ചെറിയ സഹായ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന ആശ്വാസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട്. മറ്റൊന്ന് സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയും ലോട്ടറി ഏജന്റുമാർക്ക്, ലോട്ടറി കച്ചവടം തുടങ്ങുന്നതിനുള്ള ലോട്ടറി ഏജന്റുമാർക്കുള്ള ധനസഹായവും വികലാംഗക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് നൽകി വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ വികലാംഗക്ഷേമ കോർപ്പറേഷനും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരു സഹായധനം എന്ന് പറയുന്നത് മാതൃജ്യോതി പദ്ധതി. ഇപ്പോൾ ഒരു 70% ഭിന്നശേഷിത്വമുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് അവരുടെ പ്രസവവുമായി അനുബന്ധിച്ചിട്ട് ധനസഹായം മാസം 2,000 രൂപ വീതം 2 വർഷത്തേക്ക് ധനസഹായം നൽകുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അത് മുമ്പ് കാഴ്ച വൈകല്യമുള്ളവർക്കാരും കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് മിക്കവാറും എല്ലാ ഭിന്നശേഷിക്കാർക്കും ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകാൻ വേണ്ടി ഉത്തരവായിട്ടുണ്ട്. മറ്റൊന്ന് ചികിത്സാ ധനസഹായ പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പ് വഴി ഭിന്നശേഷിക്കാർക്ക് ചികിത്സാ ധനസഹായമായി ഒരു 5,000 രൂപ ചികിത്സാ ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്നുണ്ട്. പരിരക്ഷാ പദ്ധതി പ്രകാരം പെട്ടെന്ന് അത്യാഹിതമോ മറ്റ് പ്രകൃതി ദുരന്തങ്ങളോ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിലെ ചികിത്സകൾ അടക്കം നൽകുന്നതിനുള്ള ഒരു പരിരക്ഷാ പദ്ധതിയും സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. മറ്റുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ കമ്മീഷണർ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ജോസഫ് ജി. അപ്പൊ ഈ പറഞ്ഞ പോലെ ധനസഹായ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പിന്റെ ഏതാണ്ടൊക്കെ ഒരു ധാരണയല്ലോ. അത് കൂടാതെ ഈ എന്റർപ്രണർഷിപ്പിനൊക്കെ ഉള്ളത് NHFDC, നാഷണൽ ഹാൻഡിക്യാപ്പ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ത്രൂ അതിന്റെ ചാനലൈസിംഗ് ഏജൻസി ആയിട്ടാണ് വികലാംഗക്ഷേമ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ പലിശയിലാണ് ഇത്തരത്തിലുള്ള സ്വയം തൊഴിലിനുള്ള ഇത് നൽകുന്നത്. അത് നാഷണൽ ഹാൻഡിക്യാപ്പ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ
നൽകുന്നതാണ്. അതിൽ തന്നെ പഠനത്തിനായിട്ടും ഇതേ രീതിയിൽ തന്നെ കുറഞ്ഞ പലിശയ്ക്കുള്ള ധനസഹായ പദ്ധതി NHDCയുടേതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞൊരു പ്രധാന കാര്യം, സഹായ ഉപകരണങ്ങളൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലഭ്യമാക്കാൻ, ഇൻക്ലൂഡിംഗ് സൈഡ് വീൽ സ്കൂട്ടർ, ഇലക്ട്രോണിക് വീൽ ചെയർ തുടങ്ങിയ കാര്യങ്ങൾ LSGD തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടും ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ്. അഡിപ്പ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി മുഖേന CRCയും അതിന്റെ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് അത്തരത്തിലുള്ള സഹായ ഉപകരണങ്ങൾ, വീൽചെയർ, ഇലക്ട്രോണിക് വീൽചെയർ അത് പെടില്ല, അല്ലാത്ത തരത്തിലുള്ള സഹായ ഉപകരണങ്ങൾ, ഹിയറിംഗ് എയ്ഡ് ഉൾപ്പെടെയുള്ള സാധാ വീൽചെയർ ഉൾപ്പെടെയുള്ള ഇത് നമ്മൾ CRC ലഭ്യമാക്കുന്നുണ്ട്. ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വന്ന ചില ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട കമ്മീഷണറുടെയും വൈദ്യുനാഥ് സാറുടെയൊക്കെ പ്രസൻസിൽ തന്നെ ചോദിക്കാനുള്ള ഒരു പ്രധാന ചോദ്യം നേരത്തെ കൃഷ്ണകുമാർ ഉന്നയിച്ചത് തന്നെയായിരുന്നു. അതായത് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് വേണ്ടി മാത്രമുള്ളതിൽ സ്ക്രൈബിനെ അനുവദിക്കുന്നില്ല, അതേസമയം നീറ്റ്, JEE പോലുള്ള ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷനിൽ പോലും അത് അനുവദിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ കേരളത്തിൽ അത് ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു സ്ക്രൈബിന്റെ ഫെസിലിറ്റി നൽകുന്നില്ല എന്നുള്ള. അപ്പൊ അതിൽ ബഹുമാനപ്പെട്ട കമ്മീഷണറും ബഹുമാനപ്പെട്ട വൈദ്യുനാഥ് സാറുടെയൊക്കെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി വരും. ഇതിനകത്ത് നമ്മളിപ്പോ സാധാരണയ്ക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി 2-3 സൗജന്യങ്ങൾ എന്ന നിയമത്തിൽ പറയുന്നത് എക്സ്ട്രാ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് സ്ക്രൈബിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക എന്നതാണ്. പിന്നെ ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു പഴയ സിസ്റ്റവും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോ ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കാര്യത്തിൽ അസന്നിഗ്ധമായിട്ട് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അതില് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു ആളിന്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഹർജി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ചന്ദ്രചൂഡ് അദ്ദേഹം അത് അനുവദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസ് എക്സാമിനേഷൻ 10ാം ക്ലാസ് പരീക്ഷയല്ല, സിവിൽ സർവീസ് എക്സാമിനേഷൻ +2 പരീക്ഷയല്ല. നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്ത അവിടെ നടക്കുന്ന ഏറ്റവും ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതിനകത്ത് ആ കാൻഡിഡേറ്റിന് യഥാർത്ഥത്തിൽ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ആ കേസ് പരിശോധിച്ച ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിന്യായം പുറപ്പെടുവിച്ചത് അത് അനുവദിക്കാം എന്നാണ്. കാരണം ഒരാളിന് ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അവശത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അനുഭാവപൂർവ്വമുള്ള പരിഗണന ഉണ്ടാകാം എന്ന് തന്നെയാണ് അത് വിവക്ഷിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പൊ 2 ദിവസം മുന്നേ, അത് 2 ദിവസം ഇന്നലെ ഇവിടെ എൻ്റെ അടുത്തൊരു കേസ് ഉണ്ടായിരുന്നതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാലോ, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. സാങ്കേതിക സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ എന്ന് പറയുന്നത്, അംഗീകാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഞാൻ ഇവിടുന്ന് ഓർഡർ കൊടുത്തത്. അപ്പം അതിനകത്ത് ഈവനിങ് ബാച്ചിൽ പഠിക്കുന്ന ഒരാളിന് എക്സ്ട്രാ ടൈം വേണം എന്നായിരുന്നു റിക്വസ്റ്റ്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ആദ്യം അവർ പറഞ്ഞു ഫുൾ ടൈം കോഴ്സ് ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ആക്ട് പ്രകാരം ഫുൾ ടൈം കോഴ്സും പാർട്ട് ടൈം കോഴ്സും വ്യത്യാസമില്ല. ഇറ്റ്സ് എ കോഴ്സ്, ദർ ഇസ് എ കരിക്കുലം ആൻഡ് ഹീസ് ഡൂയിങ് എ കോഴ്സ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വ്യത്യാസം പറയുന്നതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ അവിടുത്തെ രജിസ്ട്രാറുടെ ഒരു വെർഷൻ ഇവിടെ കൊണ്ടുവന്നു. ദേ ആർ റെഡി ടു ഗ്രാന്റ് ഹിസ് റിക്വസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് അലൗഡ്. അപ്പം അതിന് ഞാൻ അന്ന് പറഞ്ഞതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനെ കാണുന്നത് പോസിറ്റീവായിട്ടാണ്. എങ്ങനെ ഭിന്നശേഷിക്കാരെ ഒഴിവാക്കാം എന്നതല്ല സുപ്രീം കോടതി തരുന്ന മെസ്സേജ്, എങ്ങനെ അവരെ ഉൾക്കൊള്ളാം എന്നാണ് നോക്കുന്നത്. നമ്മള് മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനാണ് എത്തിക്കുന്നത്. ഈ നിയമം വെച്ചേക്കുന്നതും അല്ലെങ്കിൽ ഈ സംവിധാനമൊക്കെ നിൽക്കുന്നത് മറ്റുള്ള ആൾക്കാരെ കൂടെ എങ്ങനെയാണ് ഭിന്നശേഷിയുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്താൻ കഴിയുക, അതാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് IAS പരീക്ഷ ആയെങ്കിൽ പോലും അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ ആണെങ്കിൽ പോലും പ്രശ്നമല്ല, അവരും ഇതിനകത്ത് വരട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് അവിടെ അപേക്ഷ കൊടുക്കുക. അതിന് നിഷേധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ കമ്മീഷനേറ്റ് സമീപിക്കണം. തീർച്ചയായിട്ടും സമയബന്ധിതമായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. അത് നിയമത്തിനകത്തുള്ളൊരു കാര്യമാണ്. അതിനകത്ത് സൗജന്യമല്ല, അവകാശമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സംശയവും വേണ്ട. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? സാറേ, അതിനകത്ത് അപ്പൊ ഇതൊരു വലിയ കൺസേൺ ഉള്ള ഒരു വളരെ
അത്യാവശ്യമായ മറുപടിയാണത്. അതുപോലെ സാർ MBBS അഡ്മിഷനിലെ few cases medical board is not allowing MBBS admission, highlighting the disability. In this scenario, what legal measures can be taken? ഞാൻ പറയാതെ, അതായത് ഡിസബിലിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സെക്ഷൻ 56 ആണ് നോക്കേണ്ടത്. ഭിന്നശേഷി RPW ആക്ടിന്റെ 56-ാണ് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കേണ്ടത്. ആക്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, 56-ലാണ് ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കേണ്ടത്. അപ്പൊ ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ 57 പ്രകാരമാണ് സർട്ടിഫയിങ് അതോറിറ്റി ആരാണെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയണം. ഈ നമ്മുടെ ആക്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണം, ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണം. അത് പലതും അങ്ങനെ ബാലൻസ് ചെയ്താ പോകുന്നത്. എക്സ്ക്ലൂസീവായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് ഒരു കാര്യം ഇതിനകത്തില്ല, എക്സ്ക്ലൂസീവായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു കാര്യമില്ല. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ദി ഗവൺമെന്റ് കൺസേൺഡ്, അതാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ 57 പ്രകാരം ആരാണ് സർട്ടിഫയിങ് അതോറിറ്റി എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയണം. അപ്പൊ നമുക്കിവിടെ ഇപ്പം കേരളത്തില് നമ്മുടെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തേക്കുന്നത് മെഡിക്കൽ ബോർഡാണ്. എക്സ്പേർട്ട് ഡോക്ടർമാരുള്ള ഒരു മെഡിക്കൽ ബോർഡാണ് കേരളത്തിലെ സർട്ടിഫയിങ് അതോറിറ്റി. ആക്ടിനകത്ത് അങ്ങനെ ഒരു മെഡിക്കൽ ബോർഡിനെ പറ്റി പറയുന്നേ ഇല്ല. ആക്ട് പറയുന്നത് ഒരു സിംഗിൾ ഡോക്ടർ ആയാൽ കൂടി അതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ മേ ബി എ സർട്ടിഫയിങ് അതോറിറ്റി. പക്ഷെ ഇവിടെ കേരളത്തില് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ബോർഡാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല, ഒരു കുറ്റവും ഇല്ല, അത് കറക്റ്റാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ 58(1)A പ്രകാരമാണ് അപേക്ഷ കൊടുക്കേണ്ടത്. 58 എന്ന് പറഞ്ഞ സെക്ഷന് 58 സെക്ഷന് 3 ലിമ്പുണ്ട്. അതിൽ 58(1) എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ട ചുമതല വരുന്നത് 58(2) പ്രകാരമാണ്. 58(2) എന്ന് പറയുന്ന സെക്ഷന് 2 ലിമ്പുണ്ട്, എയും ബിയും. എ പ്രകാരം എക്സാം ചെയ്തിട്ട് ഈ പറയുന്ന ആളിന് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അതില് 58(2)(B) പ്രകാരം ഈ പറയുന്ന ഡിസബിലിറ്റി ഇല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യണം. റിജക്ട് ചെയ്യുകയാണെങ്കിൽ രേഖാമൂലം അദ്ദേഹത്തെ അറിയിക്കണം, നിങ്ങൾ പറഞ്ഞ ഡിസബിലിറ്റി ഇല്ല എന്ന് അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും സെക്ഷൻ 59 പ്രകാരം ഒരു അപ്പീൽ ഫയൽ ചെയ്യാനുള്ള അവകാശം അഗ്രീവ്ഡ് പേഴ്സൺ ഉണ്ട്. അത് അണ്ടർലൈൻ ചെയ്യണം. അഗ്രീവ്ഡ് പേഴ്സൺ ആണ്, അല്ലാതെ നോക്കി നിൽക്കുന്ന ആളിനല്ല ആ റൈറ്റ് ഉള്ളത്. അഗ്രീവ്ഡ് പേഴ്സൺ ആർക്കാണോ ഇതുകൊണ്ട് അഫക്ട് ചെയ്ത്, ചിലപ്പം മെന്റൽ ഡിസബിലിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി മീൻസ് ആ വ്യക്തിക്ക്. അപ്പം ഗാർഡിയൻസിനോ അല്ലെങ്കിൽ പാരന്റ്സിനോ ഒക്കെ ആയിരിക്കും അതിനുള്ള അത് കഴിയുന്നത്. അതുകൊണ്ടാണ് അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 59 പ്രകാരം അപ്പീൽ കൊടുക്കാം. ഇനി 58 പിന്നെ 2 പ്രകാരം ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാല് 58(3) പറയുന്നുണ്ട് അത് പിന്നെ ഇന്ത്യൻ എല്ലാ സ്ഥലത്തും വാലിഡിറ്റി ഉണ്ടെന്ന്. ഇറ്റ് ഈസ് വാലിഡ് അക്രോസ് ദി കൺട്രി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. അപ്പൊ നമ്മുടെ ഇവിടെ MBBS കോഴ്സിന് സർട്ടിഫിക്കറ്റ് ഇപ്പം സപ്പോസ് തിരൂർ എന്ന സ്ഥലമുണ്ട്, നമുക്കറിയാം. തിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് താലൂക്ക് ഹോസ്പിറ്റലാണ് ഉള്ളത്. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്നത് വിവിധ തലങ്ങളിലുള്ളതാണ്. ഒന്ന് താലൂക്ക് ഹോസ്പിറ്റൽ അറ്റാച്ച് ചെയ്ത് ബോർഡ് ഉണ്ടാകാം, ജില്ലാ ഹോസ്പിറ്റലിൽ ബോർഡ് ഉണ്ടാകാം, ജനറൽ ഹോസ്പിറ്റലിൽ ബോർഡ് ഉണ്ടാകാം, സർക്കാർ മെഡിക്കൽ കോളേജിലും ബോർഡ് ഉണ്ടാകാം. നമ്മുടെ ആക്ട് പ്രകാരം ഈ എല്ലാ മെഡിക്കൽ ബോർഡും ഒരേ തുല്യതയിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബോർഡ് താലൂക്ക് ഹോസ്പിറ്റലിന്റെ ബോർഡിനേക്കാൾ മുന്തിയ ബോർഡാണ് എന്നൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. തെറ്റാണത്, അങ്ങനെയല്ല. താലൂക്ക് ഹോസ്പിറ്റലിലും എക്സ്പേർട്ട് ഡോക്ടർ വന്നിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പീൽ എന്ന് പറയുന്നതിന്റെ രീതി വേറെയാണ്. അത് സ്റ്റേറ്റ് ബോർഡിലേക്ക് വരുമ്പോഴാണ് അപ്പീൽ ആകുന്നത്. അല്ലാതെ ഉള്ളതൊക്കെ ഈക്വൽ ഒരേ പൊസിഷനിലുള്ളതാണ്. അപ്പം ഇവിടെ ഒരു കേസിനകത്ത് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടി തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഈ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നപ്പോ, തിരൂര് എന്ന് പറഞ്ഞ് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിനെ നമ്മുടെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അധ്യക്ഷ ആയിട്ടുള്ള ഒരു വലിയൊരു എക്സ്പേർട്ട് കമ്മിറ്റി സ്റ്റേറ്റ് ലെവലില് വീണ്ടും ഒരു പുനഃപരിശോധന. ദാറ്റ് ഈസ് ഇല്ലീഗൽ. അത് നമ്മുടെ ആക്ടിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നമ്മൾ നിയമപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നിയമത്തിനകത്തൊരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പം രണ്ടാമതൊരു റീ ഇവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പീലിൽ മാത്രമേ ഉള്ളൂ. ഒരാൾ കളവാട്ട് ഇതിന്റെ ആനുകൂല്യം പറ്റിയെന്ന് വെച്ചാൽ 91 പ്രകാരം ഒഫൻസ് ആവും. അതിന് 2 വർഷം തടവും ഉണ്ട്, 1 വർഷം പിഴയും കിട്ടും. അപ്പൊ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ
ആ നിലയ്ക്കാണ് നോക്കേണ്ടത്. അതിൽ പ്രോസിക്യൂഷനാണ് പരിഹാരം. അല്ലാതെ ഈ പിന്നെ രണ്ടാമതൊരു റീവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺനോൺ ടു ലോ. നിയമത്തിന് ഇതിനെപ്പറ്റി അറിയത്തില്ല. അപ്പം MBBS പോലുള്ള ഒരു കോഴ്സിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഒരു കോഴ്സിന്, പ്രൊഫഷണൽ കോഴ്സിന് ഒരു കുട്ടി അർഹനാണോ അതിന് അർഹതയില്ലയോ എന്ന് പറയേണ്ടത് ഈ ഇന്റർവ്യൂ ബോർഡും അവരൊന്നുമല്ല. അത് പറയേണ്ടത് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നേരത്തെ ഉണ്ട്. അപ്പൊ അതിന്